ആൻ്റണി വർഗീസിൻ്റെ ദാവീദ് കാണാൻ പോവാണ്. തിയേറ്ററിലെത്തി കഴിഞ്ഞിട്ട് ടൈറ്റിൽ കാർഡ് ഇട്ടിട്ട് റിവ്യൂ തുടങ്ങാം. ഹേ ഗടികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ദേവിച്ച്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൻ്റണി വർഗീസ് പപ്പയെ നായകനായെത്തുന്ന ദാവീദ് എന്ന് പറയുന്നൊരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫെബ്രുവരി 14 ഒരു 3 സിനിമ ഇറങ്ങിയിട്ടുണ്ടായി. പൈങ്കിളി, ദാവീദ്, അതുപോലെ തന്നെ റൊമാൻസ് എന്ന് പറയുന്ന സിനിമ. ഇതിൽ റിവ്യൂ ഇറങ്ങി ഇത്തിരി, അതായത് പരീക്ഷാ സമയമാണ്. എനിക്ക് സെലക്റ്റീവായിട്ട് മാത്രമേ സിനിമകൾ കാണാൻ പറ്റുള്ളൂ. മറ്റേതൊക്കെ പോലെ 3 പടവും ഒരുപോലെ ഒന്നും കാണാനൊന്നും ഉള്ള സാഹചര്യം സമയമില്ല. അതാണ് മെയിൻ പ്രശ്നം. സോ 20 എന്തായാലും ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാൻ പോകണം. അതിന് മുന്നായിട്ട് ഇതിലേതെങ്കിലും ഒരു സിനിമ ഈ ഒരു വീക്കെൻഡിലായിട്ട് കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ റിവ്യൂസ് അത്യാവശ്യം നല്ലത് വന്നിട്ട് പോയി കണ്ട സിനിമയാണ് ദാവീദ്. ഞാൻ എൻ്റെ ഒപ്പീനിയൻ നോക്കാതെ വേറെ ആൾക്കാരുടെ ഇതൊക്കെ നോക്കി പോയൊരു സിനിമയാണ് ദാവീദ്. ഈ വർഷം ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോയി കണ്ടൊരു സിനിമയും കൂടിയാണ് ദാവീദ്. ബാക്കിയൊക്കെ ഫാമിലി അങ്ങനെയൊക്കെ കൂട്ടുകാരന്മാരൊക്കെ ഒപ്പം പോയി കണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ദാവീദ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂലോട്ട് തുടങ്ങാം. ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഈ സിനിമയിലെ ആക്ടേഴ്സിൻ്റെ ആക്ടിങ്ങിനെ പറ്റിയാണ്. കാരണം ആൻ്റണി വർഗീസ് പപ്പ നമുക്കറിയാം, ആൾ തുടർച്ചയായി അങ്ങനെ ഹിറ്റുകളൊന്നും നടക്കുന്ന ആളല്ല. വല്ലപ്പോഴും ആളുടെ സൈഡിൽ നിന്നൊരു ബിരിയാണി കിട്ടിയാലായി. അങ്ങനെയാണ് ആളുടെ ഒരു അവസ്ഥ. ഇപ്പോൾ ഇടയിലൊരു RDX, അതിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇടയിൽ കുറേ ഫ്ലോപ്പുകളുടെ ഇടയിലാണ് ഒരു വിജയം. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആളുടെ ഈ ഇടയ്ക്ക് വന്നതിൽ ഡീസൽ കൊണ്ടലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവി തന്നെയാണ്. സോഫിയ പോളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തൊരു അടിപൊളി പടം തന്നെയാണ് കൊണ്ടൽ. പക്ഷേ ഈ സിനിമേനെ പറ്റി പറയുമ്പോൾ ഈ സിനിമയിൽ ആൻ്റണി വർഗീസ് മാത്രമല്ല, കുറച്ച് നല്ല പ്രകടനങ്ങളുണ്ട്. നമ്മുടെ ഷൈജു കുറുപ്പായാലും, അതുപോലെ തന്നെ നമ്മുടെ റഷ്യ ഏതൊരു ടർക്കി അവിടെ നിന്നൊരു മച്ചാൻ ഇറക്കിയിട്ടുണ്ട്. ബോക്സിങ്ങിന് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ആൻ്റണി പപ്പയുടെ എതിരാളിയായിട്ട് ഒരു മച്ചാൻ ഇറക്കിയിട്ടുണ്ട്. പുള്ളിയാണ് ത്രൂ ഔട്ട് ആൻ്റണി പപ്പേനെ മുകളിൽ നിന്നത്. ഇൻ മൈ ഒപ്പീനിയൻ പുള്ളി വാസ് അമേസിങ് എന്ന് പറഞ്ഞാൽ റിയലി അമേസിങ്. കാരണം പുള്ളിയുടെ ആ ഒരു സ്വാഗും പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ചില സമയത്ത് മാത്രം നമ്മൾ ഇയാളിത്തിരി ഓവറല്ലേ എന്ന് തോന്നിപ്പോയെങ്കിൽ ആൾ ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെന്നുള്ളൊരു രീതിയിൽ നോക്കുമ്പോൾ ദിസ് മാൻ വോൺസ് റെസ്പെക്റ്റ്. പിന്നെ പറയുകയാണെങ്കിൽ വിജയരാഘവൻ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഈ സിനിമയിലെ ബോക്സിങ് രംഗങ്ങൾ കാണിക്കുമ്പോഴുള്ള ടെക്നിക്കൽ സൈഡും അതൊക്കെ പീക്കായിരുന്നു. ആകെ ഈ സിനിമയിൽ ഒരു 3-4 ഫൈറ്റുള്ളൂ. അതിനും കൂടുതലാണ് ഈ സിനിമയിലെ പാട്ടുകൾ. അസഹനീയ പാട്ടുകൾ ഒരു ആവശ്യമില്ലാണ്ട് വെറുതെ പാട്ടുകൾ കുത്തി കയറ്റാന്നറിയില്ല, അതായിരുന്നു എൻ്റെ അവസ്ഥ. പാട്ടുകൾ ഇത്തിരി കല്ലുകടിയായിരുന്നു. ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഒരു പാട്ടും പിന്നെ തുടക്കത്തിൽ ഫാമിലിയെ കാണിക്കുമ്പോഴൊരു പാട്ടും, അതുമാത്രം ആണ് കുറച്ച് ഇതായിട്ട് ബ്ലെൻഡായി പോകുന്നത്. ഫസ്റ്റ് ഹാഫ് വാസ് അമേസിങ്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഈ സിനിമയുടെ ഇൻ്റർവൽ ബ്ലോക്കാണ്. 2025 എനിക്ക് ഇത്രയും ഒരു ചെറിയെങ്കിലും കൊള്ളാല പരിപാടി എന്നുള്ള രീതിയിൽ ഒരു ഇൻ്റർവൽ ബ്ലോക്ക് കിട്ടിയത് ഈ ദാവീദ് എന്ന് പറയുന്ന സിനിമയിലാണ്. പിന്നെ ഒരു പീരിയോഡിക്കൽ പോർഷൻ വരുന്നുണ്ട്. അത് തുടക്കത്തിൽ ഭാഗത്ത് മാത്രമാണ്. അത് നൈസായിരുന്നു. അത് കിട്ടുന്നതിൻ്റെ ആൻ്റണി പപ്പ ആ ഒരു വശം, ആ ഒരു സീക്വൻസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റ് അതൊക്കെ തന്നെ അടിപൊളിയായിരുന്നു. ഈ പാട്ട് BGMs വാസ് അടിപൊളി. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്ര തന്നെയാണ് സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഓവർ ദ ടോപ്പ് എക്സലൻറ്റ് മാർവലസ് സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു സാധാരണ ബോക്സിങ് സിനിമ, അതായത് മലയാളത്തിൻ്റെ ഒരു സർപ്പാട്ട പരമ്പര എന്നൊന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ സിനിമയൊക്കെ അത്രയ്ക്ക് ഉയരത്തിൽ നിൽക്കണം. നമുക്ക് എത്രത്തോളം ആ സിനിമയൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന ആ ഒരു നമുക്ക് ഓരോ സീനിലും നമുക്കങ്ങനെ എടുത്തു വയ്ക്കാം. അതുപോലെ തന്നെ സുൽത്താൻ, ഈ സിനിമയ്ക്കായിട്ട് നമുക്ക് ഈ സിനിമയെ കമ്പയർ ചെയ്യാൻ പോയിട്ട് എടുത്തു വയ്ക്കാൻ പറ്റില്ല, അങ്ങനത്തെയൊക്കെയാണ്. പക്ഷേ മലയാളത്തിൽ നിന്ന് വരുന്ന ഡിഫറെൻറ്റ് ഒരു ജോണർ, അതായത് ബോക്സിങ്ങിനെ ബേസ് ചെയ്തിട്ട് വരുന്ന അങ്ങനെ അധികം സിനിമകളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അങ്ങനെ വന്നൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫ്രഷ് അറ്റംപ്റ്റ് ഇൻ മോളിവുഡ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിനായിട്ട് ആൻ്റണി പപ്പേനേനും റഷ്യക്കാരൻ ആളാണ് എനിക്ക് കുറച്ചും കൂടി, അതായത് ആൾ ജയിക്കണം എന്നുള്ളൊരു ആവശ്യം എൻ്റെ വന്നത്. അതായത് സാധാരണ നമ്മൾ നായകന് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ എനിക്കെന്തോ ആ വില്ലനെ ഭയങ്കര ഇഷ്ടമായി. ഇനി മലയാള സിനിമകളിൽ തുടർന്ന് കാണണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആളുടെ ഒരു ആളുടെ ഒരു പ്രസൻസും ആളുടെ ഒരു കാരണങ്ങൾ നമുക്ക് പെപ്പയുടെ ഭാഗത്താണ് തെറ്റുന്നവരെ നമുക്ക് തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവസാനം വരെ ആ മനുഷ്യനോട് എനിക്ക് ഒരു സൈഡിലുള്ള
നെഗറ്റീവായിട്ടുള്ളൊരു ഫീല്. അപ്പോൾ വില്ലൻ്റെ അടുത്ത് ഇടിക്കടാ അവനെ എന്നുള്ളൊരു ഫീല് വരണമെങ്കിൽ ആ വില്ലനോട് നമുക്കിങ്ങനെ തോന്നണ്ടേ, ഒരു വൈരാഗ്യം തോന്നണ്ടേ. അങ്ങനെ ഒരു വൈരാഗ്യം ഇപ്പോൾ കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോയി ഇടിക്കും, ഭാര്യേനെ കൊല്ലുന്നൊന്നും പറയുന്നൊരു വില്ലനല്ല. ആളൊരു ക്ലാസ് വില്ലനാണ്. ആൾ റിങ്ങിലിട്ട് തോക്കുകയാണെങ്കിൽ ആൻ്റണി പെപ്പയ്ക്ക് ഇത് പൈസ കൊടുക്കാമെന്ന് വരെയാണ് ആ സിനിമയിൽ ഓഫർ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് ഈ സിനിമയിലിത് പറഞ്ഞപ്പോൾ സ്പോയിലർ ആയോന്നറിയില്ല. എന്നാലും നിങ്ങൾക്കറിയാവുന്ന പോലെ ആൻ്റണി പെപ്പ ഇയാൾ നമ്മളൊരു ചെറിയ മത്സരം വരും, അതിൽ ക്യാഷ് പ്രൈസ് വരെ ആൾ അങ്ങോട്ട് ഓഫർ ചെയ്തിട്ടൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ഇനി പറഞ്ഞാൽ സ്പോയിലർ ആവുന്നതുകൊണ്ട് ഞാനധികം വിളിച്ച് നീട്ടുന്നില്ല. എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആവറേജ് അനുഭവമായിരുന്നു എനിക്ക് സമ്മാനിച്ചത്. വേറെ 2 സിനിമകളും കണ്ടിട്ടില്ല. ഇനിയിപ്പം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് പറ്റണ പോലെ നോക്കണം. ശരി, അപ്പോൾ നിങ്ങളുടെ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.